ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എടുക്കുന്നത് ന്യൂ SCERT 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറഞ്ഞതാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകും. ആദ്യം തന്നെ വയലാർ രാമവർമ്മയുടെ ഭൂമി സനാഥയാണ് എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ് നൽകിയിരിക്കുന്നത്. നോക്കാം. സൂര്യനിൽ നിന്നൊരു ചുടു തീക്കുടമായി ശൂന്യാകാശ സരത്തിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി, വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി എന്ന് പറയുന്നത് വയലാർ രാമവർമ്മയുടെ ഭൂമി സനാഥയാണ് എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഭൂമിയുടെ അന്തരീക്ഷം, ആദ്യം ഇത് പറയാം. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിന്റെ ജീവൻ നിലനിർത്തുന്ന കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ്. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ഭൂമിയെ സഹായിക്കുന്ന സവിശേഷതകളാണ് അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ. ഈ മൂന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ എന്തുള്ളത്? ജീവനുള്ളത്. ഏതൊക്കെയാണ്? അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ. ഇനി ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്നറിയപ്പെടുന്നു. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ ഭൂമിയുടെ ആകൃതിയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്ത കാര്യം തന്നെയാണ് 5ാം ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു. ഇനി അക്ഷാംശ രേഖകളാണ്. ഇതും നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി പഠിക്കാം. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തേക്കും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൗമോപരിതത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് അക്ഷാംശ രേഖ. ഇമ്പോർട്ടന്റ് ആണ്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് നമ്മുടെ അക്ഷാംശ രേഖകൾ. അപ്പോൾ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഓക്കെ, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമധ്യരേഖയാണ്. 0°C അക്ഷാംശ വൃത്തമാണ് നമ്മുടെ ഭൂമധ്യരേഖ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 0°C ഇനി നോക്കിയേ, ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്നറിയപ്പെടുന്നത് ഗ്ലോബാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിൽ അക്ഷാംശ രേഖകളാണ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. പഠിച്ചു പോയ കാര്യമാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അതായത് ഭൗമോപരിതത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. ഇമ്പോർട്ടന്റ്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ രേഖ അല്ലെങ്കിൽ അക്ഷാംശ വൃത്തം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ 0°ഉള്ള അക്ഷാംശ വൃത്തമാണ്. ഓക്കെ, 0° അക്ഷാംശ വൃത്തമാണ് ഭൂമധ്യരേഖ. അതുപോലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ വൃത്തം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ഭൂമധ്യരേഖ. അല്ലെങ്കിൽ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാലും ഭൂമധ്യരേഖയാണ്. ഇനി ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വരുന്നത് കാണാം. കണ്ടില്ലേ? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് നമ്മുടെ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂമിനെ എന്ത് ചെയ്യുന്നു? 2 അർദ്ധഗോളങ്ങളായിട്ട് നമ്മൾ വിഭജിക്കുന്നുണ്ട്. അതില് ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളത്തെ നമ്മൾ ഉത്തരാർദ്ധഗോളം, നമ്മൾ പറഞ്ഞ കാര്യം, തെക്കു ഭാഗത്തുള്ളത് അർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാ. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഏഷ്യ, അല്ലെ? ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യ കാണാം. അതുപോലെ തന്നെ യൂറോപ്പ് ഉണ്ട്. അതുപോലെ വടക്കേ അമേരിക്ക. ഓക്കെ, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവയ്ക്ക് എവിടെ കാണുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ കാണുന്നു. എങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ കാണുന്നവ ആരാണ്? ഇവിടെ കിടക്കുന്ന നമ്മുടെ ഓസ്ട്രേലിയയെ കാണാൻ, അല്ലേ? ഓസ്ട്രേലിയ കാണാം. പിന്നെ ആരെ കാണാം? നമുക്ക് അന്റാർട്ടിക്ക കാണാം.
അന്റാർട്ടിക്ക. ഇനി 2 അർദ്ധഗോളങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിക്ക് തന്നെ നമുക്ക് കിട്ടും. ആദ്യത്തെ ആളെ ആരത്? നമ്മുടെ ആഫ്രിക്ക 2 അർദ്ധഗോളങ്ങളുമായിട്ട്. അതുപോലെ തന്നെ തെക്കേ അമേരിക്ക. നമുക്കറിയാം ടോട്ടൽ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? 7 ഭൂഖണ്ഡങ്ങളുണ്ട്. കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്നതോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യം തന്നെ. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായിട്ട് കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും സൗത്ത് പോൾ, നോർത്ത് പോൾ എന്നും പറയുന്നു. ഓക്കെ, ഈ 90 ഡിഗ്രി നമ്മൾ എന്താ പറയണത്? ഉത്തര ധ്രുവം. 90 ഡിഗ്രി തെക്ക് ഭാഗത്തുള്ളത് ദക്ഷിണ ധ്രുവം. ഓക്കെ, 90 ഡിഗ്രി എന്നും പറയുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ളവയെ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ളവയെ ദക്ഷിണ അക്ഷാംശം എന്നും അറിയപ്പെടുന്നു. ഈ കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി നോക്കിക്കേ, ധ്രുവങ്ങളെ യോജിപ്പിച്ച് കൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. എങ്ങനെയാണ്? ഭൂമിയുടെ ഉള്ളിലൂടെയാണ്. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, ഈ 2 ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂമിയുടെ അച്ചുതണ്ട്, ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഓക്കെ, അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് പരിക്രമണത്തിന്റെ ലംബത്തിൽ നിന്നും എത്ര ഡിഗ്രി ചെരിവുണ്ട്? 23.5 ഡിഗ്രി ചെരിവുണ്ട്. അപ്പൊ ഭൂമിയുടെ ഉള്ളിലൂടെ വരയ്ക്കുന്ന നേർരേഖയിലുള്ള സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആക്സിസ് അഥവാ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ആ അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ട് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഓക്കെ, അച്ചുതണ്ടിന്റെ ചെരിവ് തിരിച്ചറിയുന്ന പറഞ്ഞൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം 66.5 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തവും 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയും 0 ഡിഗ്രി ഭൂമധ്യരേഖയും 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖയും 66.5 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തവും ആണെന്നുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോവാം. ഇവിടെ പട്ടിക തന്നിട്ടുണ്ട്. ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി വടക്കാണ്. ദക്ഷിണായന രേഖ എന്ന് പറയുന്നതാണ് 23.5 ഡിഗ്രി തെക്ക്. ആർട്ടിക് വൃത്തം 66.5 ഡിഗ്രി വടക്ക്. ദെൻ അന്റാർട്ടിക് വൃത്തം 66.5 ഡിഗ്രി തെക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക.